തലവന് ശേഷം ഗംഭീരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ത്രില്ലർ ബേസ് ചെയ്ത് കാണുന്ന ചുറ്റുകളുടെ ഒരു കൊടുങ്കാറ്റാണ്. പിന്നെ ഒരു കുറേ ഹോംവർക്ക് നടത്തിയിട്ടുണ്ട് പടത്തിനുണ്ട്. കാരണം പടത്തിൻ്റെ ഒരു എഫേർട്ട് കാണുമ്പോൾ മനസ്സിലാക്കാം. ഒരു നോട്ടവും ആ ഒരു ട്രെയിൻസും ആ ഭാവവും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു പഠിക്കാൻ തോന്നുന്നുണ്ട്. കാരണം ഇതിൽ മമ്മൂക്കൻ്റെ ലാലേട്ടൻ്റെ പല സിനിമകൾ റെഫർ ചെയ്താണ് പുള്ളി ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് ഇതിൽ കാരണം പോലീസ് ഓഫീസറായിട്ടെ മമ്മൂക്ക ലാലേട്ടറും സുരേഷ് ഗോപി ചേട്ടനൊക്കെയുള്ള പോലീസ് വേഷം പുള്ളി ചെയ്തിട്ടുണ്ട്. കാരണം ആസിഫ് അലി എന്ന് പറഞ്ഞ പുള്ളിയുടെ പടത്തിലെ ആൾക്കാർ അങ്ങനെ പോലീസ് വേഷത്തിൽ കയറാറില്ലല്ലോ പടം. പോലീസ് വേഷം കാണുമ്പോഴേ ചിലക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലല്ലോ പോലീസ് ഫാൻസുകാർക്ക്. ഇപ്പൊ മമ്മൂട്ടി ഫാൻസ്, അല്ലാതെ ഫാൻസുകാർക്ക് അവരുടെ ഒരു പടം വരുമ്പോൾ താല്പര്യം. നമുക്ക് എല്ലാവരും ഈക്വലാണ്. കാരണം രാജോട്ടം ചെയ്താലും ഞാൻ നാളെ പോലീസിൽ ചെയ്താലും ആൾക്കാർ അംഗീകരിക്കണം. കാരണം ആൾക്കാർ പല രീതിയും മറ്റേ അറിയപ്പെടാൻ വേണ്ടിയും അല്ലെങ്കിൽ സിനിമയിൽ കയറാൻ വേണ്ടി ശ്രമിക്കും. അത് സത്യമാണ്. വേറെ കാര്യം പറയാം. ആസിഫിക്കനെ പണ്ട് ഞാൻ 2013 ബൈസൈക്കിൾ തീവ്സ് എന്ന ലൊക്കേഷനിൽ ഞാൻ പോയി കെട്ടിപ്പിടിച്ച. ഞാൻ ഫാനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ കൈ കൊടുത്തിരുന്നു. മീഡിയ വന്നിരുന്നില്ല. കാരണം മീഡിയ വരാൻ വേണ്ടി എല്ലാം ചെയ്യാറില്ല. കാരണം മീഡിയ വരാൻ കൈ കൊടുക്കാറില്ല. എപ്പോഴും ചിലതൊക്കെ വരാറുണ്ട്. ആസിഫിക്ക പണ്ട് എന്നോട് മറ്റേ സെൽഫി വെച്ച് തന്നു. അപ്പൊ ആസിഫിക്കോട് ഞാൻ ചോദിച്ചത് പണ്ട് തന്നില്ല. പക്ഷെ ഇന്ന് തന്നപ്പോൾ ബ്ലറായിപ്പോയി. പെട്ടെന്ന് എടുത്ത ബ്ലറായിപ്പോയി. പടം കണ്ടല്ലോ, പടം 2 മണിക്ക് ടിക്കറ്റ് എടുത്തല്ലോ. പിന്നെ ചില പടങ്ങൾ നമ്മളെ വിളിച്ച് ക്ഷണിച്ച് ഇപ്പൊ പുണ്യാളൻസ് എന്ന പടത്തിന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പല പടങ്ങളും വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോ നമുക്ക് ദൈവസഹായത്തിന് നമുക്ക് ഇന്ന് നമ്മുടെ ഈ പള്ളിനെ കാണാൻ പറ്റും. നമ്മുടെ ജിസ്റ്റോയ് സാറിനെ കാണാൻ പറ്റും. പുള്ളിയുടെ സൗഹൃദം മുന്നേ കണ്ടണല്ലോ. നാളെ മറ്റേ ആശസരത്തിന്റെ ഒരു ആശസരത്ത് കുങ്കോപ്പൂലൊക്കെ അഭിനയിച്ച ദൃശ്യത്തിലൊക്കെ അഭിനയിച്ച പടത്തിന്റെ പേരാണ്. ഈ പടത്തിന്റെ പേരാണ് കിഷ്കിണ്ട കാണ്ട. എങ്ങനെ നീ പറഞ്ഞു? കിഷ്കിണ്ട കോണ്ടല്ല, കിഷ്കിണ്ട കാണ്ടത്തിന് ശേഷം ഒരു പടം. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ആസിഫ് അലിക്കാട് ഒരു കാര്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കാരണം ഇനി ആസിഫ് അലിക്കോട് എനിക്ക് പറയാനുള്ളത്, കുറെ സീരിയസ് പടങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്കൊരു കോമഡി പടം, ഓഡിയോ അമീഗോ പോലത്തെ ഒരു പടങ്ങൾ, അഡിയോസ് അമീഗോസ് പോലത്തെ പടങ്ങൾ ഇനിയും നമുക്ക് വേണം. കാരണം നമ്മള് സിനിമകൾ പരാജയപ്പെടാൻ വിജയിക്കും. അതല്ല, ഒരു നടന്റെ കഴിവെന്ന് പറയുന്നത് എല്ലാ ജോണറുള്ള പടങ്ങളും കാണണം. കാരണം ഇതാണ്ട് പോലീസിലൊക്കെ ഭയങ്കര ശരിയായിരുന്നു. കാണുമ്പോ ബോഡി ഗാർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അധികം വർത്തമാനം ഇന്ന് പുള്ളി പറഞ്ഞ വനിതാ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കണ്ടപ്പോ. അപ്പൊ പുള്ളിക്ക് കാണുന്നുണ്ട്, പുള്ളി എല്ലാം കാണുന്നുണ്ട്. പക്ഷെ ആരും കുറ്റം പറയില്ല. സന്തോഷ് കോക്കിനെ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ. എന്റെ പേരൊന്നും എടുത്ത് പറയില്ല. എന്റെ പേര് പ്രസ് മീറ്റിലൊന്നും എടുത്ത് പറയില്ല. കാരണം എന്റെ പേടിയാന്ന് പറഞ്ഞു.